Good afternoon. Good afternoon, teacher. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon.
Good afternoon, Miss. Good afternoon. Good afternoon. Good afternoon. Prayer. Prayer ആരാണ്? Ma'am, ഞാൻ പറയാം. We are grateful for the dawn of this day. Grant us wisdom and guide our steps. Bless our teachers, parents, and all the helping hands. Grant us strength, bring us joy, and wipe away every tear. Prayer song ആരാണ് പാടുന്നത്? Prayer പാടുന്നില്ലേ? Miss ഞാൻ പറയാം. Guide me, a light of knowledge, protect me, O flow of compassion, to fill the heart with kindness, serve me, gods of letters. Guide me, O light of knowledge, protect me, O flow of compassion, to fill the heart with kindness, serve me, goddess of letters. Guide me, O light of knowledge, forever in my heart, enlighten, goddess of letters. Okay. Good afternoon, George. ഇരിക്കണ്ട, സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും? Yes, teacher. നമ്മള് ഏതാ എടുത്തോണ്ടിരുന്നത്? ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് അല്ലേ? Yes, teacher. ഇവിടെ വരെ എടുത്തോ? ഫസ്റ്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ കമ്പാരിസൺ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അല്ലേ? എടുത്തോ? അല്ലേ, അതാണ് ഇനി എടുക്കാനുള്ളത്. എടുത്താണ്. ഇല്ല, അത് എടുക്കണോ? ടേബിൾ എടുക്കണം. ടേബിൾ എടുത്ത്. ഓക്കെ. ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റും ഗ്രോത്തും തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ. ഗ്രോത്തിന്റെ ഒരാളൊന്ന് വായിച്ചേ. ഫസ്റ്റ് പോയിന്റ്. വായിക്കൂ. ഞാൻ വായിക്കാം. It refers to changes in the specific aspect of body or behavior of the individual. Development refers to. Thank you. It refers to overall changes that results in improved functioning of individual. Yes. Okay. എന്താണ് ആദ്യത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്? ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? It refers to changes in the specific aspects of body or behavior of the individual. ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്? വ്യക്തിയുടെ ശരീരത്തിലെയും പെരുമാറ്റത്തിലെയും
മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. വളർച്ച എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിലെയും അതുപോലെ തന്നെ എന്താണ് ശരീരത്തിലെയും മാറ്റങ്ങളെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? refers to overall changes that result in improved functioning of individual. അതായത് വ്യക്തിയുടെ ഫങ്ഷനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവർത്തനങ്ങൾ അല്ലെ? ഒരു വ്യക്തിയുടെ പ്രവർത്തനങ്ങളിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. വ്യക്തിയുടെ മികച്ച പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്ന എല്ലാ മാറ്റങ്ങളെയുമാണ് നമ്മള് വികസനം അഥവാ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയുടെ ശരീരത്തിലും പെരുമാറ്റത്തിലും ഉണ്ടാകുന്ന ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രോത്ത് അഥവാ വളർച്ച എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് എന്താണ് പറയുന്നത്? ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? എന്തിലുള്ള വ്യത്യാസമാണ് ഡെവലപ്മെന്റ്? Overall changes. Yes, changes result in overall changes that result in improved functioning of individual. എല്ലാ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളെ പ്രവർത്തനത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെയാണ് നമ്മുടെ വികസനം അഥവാ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. Then it refers to change in quantitative aspects. Growth എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ഗ്രോത്ത് നമ്മൾക്ക് അളക്കാൻ പറ്റുന്നതാണ് അല്ലെ? ഒരാളുടെ വെയിറ്റ്, ഹൈറ്റ് അല്ലെ, ഇതെല്ലാം നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്വാണ്ടിറ്റി ഉള്ളതാണ് എന്താ ഗ്രോത്ത് എന്ന് പറയുന്നത്. വളർച്ച ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ഡെവലപ്മെന്റ് എന്താണ്? refers to change in qualitative aspects അല്ലെ? ഒരാളുടെ ക്വാളിറ്റിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് അല്ലെ? ഒരാളുടെ ക്വാളിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അയാളുടെ സ്വഭാവത്തിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ ഉണ്ടാവുന്ന ക്വാളിറ്റിനെയാണ് നമ്മുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രോത്ത് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആണ്. ഓക്കെ, ഗ്രോത്ത് നമുക്ക് അളക്കുവാൻ സാധിക്കും. ഡെവലപ്മെന്റില് എന്താണ്? നമുക്ക് അയാളുടെ വ്യക്തിയുടെ ഗുണങ്ങളെയാണ് നമുക്ക് അളക്കാൻ സാധിക്കുന്നത്. ഗുണങ്ങളിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് ഡെവലപ്മെന്റ് എന്ന രീതിയിൽ സൂചിപ്പിക്കുന്നത്. Then it does not continue throughout life. Growth എന്താണ്? It does not continue throughout life. Stop with when maturity is attained. എന്താണ് ഗ്രോത്ത് എന്ന് പറയുന്നത്? കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യമാണോ? does not continue throughout life അല്ലേ? ഗ്രോത്ത് വളർച്ച എന്ന് പറഞ്ഞിട്ടാണ് അതൊരു തുടർച്ചയായിട്ടൊരു പ്രക്രിയയല്ല. നമ്മള് പക്വത പ്രാപിക്കുന്ന സമയത്ത്, മെച്ചൂർഡ് ആവുന്ന സമയത്ത് എന്താണ് ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ആവുന്നു എന്നല്ലേ നമ്മൾ പഠിച്ചത് അല്ലേ? ത്രൂ ഔട്ട് ലൈഫിലൊക്കെ ഉണ്ടായിരിക്കില്ല. നമുക്ക് മെച്ചൂരിറ്റി അഥവാ പക്വത ആർജിക്കുന്ന സമയത്ത് ഗ്രോത്ത് അവിടെ നിൽക്കുന്നു, സ്റ്റോപ്പ് ആവുന്നു. സ്റ്റോപ്പ് വിത്ത് വെൻ മെച്ചൂരിറ്റി ഈസ് അറ്റൈൻഡ്. മെച്ചൂരിറ്റി ആവുന്ന സമയത്ത് വളർച്ച അവിടെ നിൽക്കുന്നു. ഡെവലപ്മെന്റ് എങ്ങനെയാണ്? ഇറ്റ് ഈസ് അൺസീസിംഗ് പ്രോസസ്. ഇറ്റ് ഡസ് നോട്ട് എൻഡ് വെൻ ദ മെച്ചൂരിറ്റി ഈസ് അറ്റൈൻഡ്. എന്താണ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ? അൺസീസിംഗ് വെച്ച് എന്താണ്? നിലയ്ക്കാത്തൊരു പ്രോസസ് ആണ് അല്ലെ? കണ്ടിന്യൂസ് ആണ്. അൺസീസിംഗ് എന്ന് പറയുന്നത് എന്താണ്? നിലയ്ക്കാത്ത അല്ലെ? ഒരിക്കലും നിൽക്കുന്നില്ല. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ വികസനം ഒരിക്കലും നിൽക്കുന്നില്ല. does not end when maturity is attained. എന്താണ് വികസനം എന്ന് പറഞ്ഞത്? എന്താണ്? ജനനം മുതൽ മരണം വരെ നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് അല്ലെ? നമ്മള് ജനിച്ച അന്ന് മുതൽ അവസാനം വരെ നമ്മളിൽ എന്തുണ്ടാവുന്നുണ്ട്? ഡെവലപ്മെന്റ്സുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വികസനം ഒരിക്കലും സ്റ്റോപ്പ് ആവുന്നില്ല. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പ്രക്രിയയാണ്. ഓക്കെ, then fourth point. Yes, it is narrow in its meaning and only one of the features of development process. It is narrow. Growth എന്ന് പറയുന്നത് narrow ആണെന്നാണ് പറയുന്നത്. എന്താണ് narrow എന്ന് പറഞ്ഞാല്? ഇടുങ്ങിയ അതായത് നമ്മളൊരു ചെറിയ കാര്യത്തിനെയാണ് വളർച്ച എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഭാഗത്തിനെ ആയിരിക്കും നമ്മള് വളർച്ച എന്ന് പറയുന്നത്. അതായത്
ഒരു പൂർണ്ണമായ വികസനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് എന്താ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു ഫീച്ചറിന് മാത്രം നമുക്കത് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഡെവലപ്മെന്റ് എന്താണ് വൈഡർ ആയിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ടേം ആണ്. വൈഡർ ആയിട്ട് എന്ന് വെച്ചാൽ എന്താണ്? വൈഡർ ആണെന്ന് വെച്ചാൽ എന്താ? സമഗ്രമായ അല്ലെ? വൈഡർ ആയിട്ട് വലുതായ സമഗ്രമായ ഒരു വികസനമാണ്, ഒരു പ്രൊസീജിയർ ആണ് എന്താ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഗ്രോത്ത് എന്ന് പറഞ്ഞാല് നാരോ ഇൻ നേച്ചർ ആൻഡ് ഡെവലപ്മെന്റ് ഈസ് വൈഡർ ഇൻ നേച്ചർ അല്ലെ? സെക്കൻഡേ കേൾക്കാൻ പറ്റുന്നുണ്ടോ? Yes, teacher. Okay. It's narrow in meaning and only one of feature of development process. ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രമേ നമുക്ക് വികസനം ഗ്രോത്ത് ഉണ്ടെന്ന് പറയാൻ സാധിക്കുള്ളൂ. പൂർണ്ണമായ വികസനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് എന്ത് ഗ്രോത്ത് എന്ന് പറയുന്നത്. പക്ഷെ ഡെവലപ്മെന്റ് എന്താണ്? ഒരാള് ഒരു കാര്യത്തിൽ മാത്രമല്ല ഡെവലപ്ഡ് ആവുന്നത്, അയാൾ ഇമോഷണലി, ഫിസിക്കലി, മെന്റലി ഒക്കെ എന്താണ് ആളിന്റെ വികാസം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു സമ്പൂർണമായിട്ടൊരു വ്യക്തിയുടെ ജീവിതത്തില് എന്താണ് പല രീതിയിലാണ് ആളിൽ എന്തുണ്ടാവുന്നത്? ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നത്. ആളുടെ പെരുമാറ്റത്തില്, ഫിസിക്കലായിട്ട്, മെന്റലി ആയിട്ട്, അതർ ആസ്പെക്ട്സിലൊക്കെ എന്താണ് ആൾക്ക് ഇങ്ങനെ ഡെവലപ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു വൈഡർ കോൺസെപ്റ്റ് ആണ് അല്ലെ? അതിങ്ങനെ വലുതായി കിടക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതൊരിക്കലും സ്റ്റോപ്പായി നിൽക്കുന്നില്ല, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. Then growth may or may not bring development. Growth may or may not bring development. എന്താണ്? Growth may or may not bring development എന്ന് പറഞ്ഞാല് എന്താണ്? ശാരീരികമായ വളർച്ച ഉണ്ടെന്ന് കരുതിയിട്ട് അയാളിൽ എന്തുണ്ടാവണമെന്നില്ല? വികാസം ഉണ്ടാവണമെന്നില്ല അല്ലെ? ചിലപ്പോ ശരീരം മാത്രം വളർന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ചില കുട്ടികളെ കണ്ടിട്ടില്ലേ? ശാരീരിക വളർച്ച ഉണ്ടായിരിക്കും, പക്ഷെ ആളെ മെന്റലി ഡെവലപ്ഡ് ആയിട്ടുണ്ടാവില്ല. ഇപ്പൊ ഓഫീസ് ഉള്ള കുട്ടികളൊക്കെ ഇല്ലേ? അതുപോലെ തന്നെ അതൊരു എക്സാമ്പിൾ ആണ്. ശാരീരിക വളർച്ച ഉണ്ടായിരിക്കാം, പക്ഷെ ഇങ്ങനെ എന്താണ് വികസനം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു രീതിയിൽ കുഞ്ഞിനെ പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ മറ്റ് ആസ്പെക്ട്സിലോ എന്താണ് കുഞ്ഞിന് വികസനം ഉണ്ടാകില്ല. ഓക്കെ. Then development is possible without growth. പക്ഷെ ഒരു കുഞ്ഞിന് വളർച്ചയില്ലെങ്കിൽ കൂടി എന്താണ് വികസനം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും അല്ലെ? ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. എന്താണ് പറയുന്നത്? ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വളർച്ചയില്ലെങ്കിലും വികസനം സാധ്യമാണ്. സാധ്യമാണ് അല്ലെ? വളർച്ച വേണമെന്നില്ല, വികസനം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രക്രിയയാണ്. ശാരീരിക വളർച്ച നിന്നാലും എന്താണ് വികസനം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ. Growth may not bring development. Development is possible without growth. Next. The changes generated by growth are perceivable and can be measured. The changes generated by growth are perceivable and can be measured. Perceivable എന്താണ്? perceivable എന്ന് പറഞ്ഞാല് perceivable നമുക്ക് സമഗ്രമായി മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന അല്ലെ? നമുക്ക് ഗ്രോത്ത് മെഷർ ചെയ്യാൻ പറ്റും. അതിന് ക്വാണ്ടിറ്റി ഉള്ളതാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. അതിന്റെ സൈസ്, വെയിറ്റ്, ഹൈറ്റ് ഒക്കെ നമുക്ക് എന്താണ് മെഷർ ചെയ്യാൻ സാധിക്കാവുന്നതാണ്. ഗ്രോത്ത് ഈസ് മെഷറബിൾ ആണ്, അളക്കാൻ പറ്റുന്നതാണ്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? Development changes produced by development are not perceivable and cannot be measured. എന്താണ്? ഡെവലപ്മെന്റ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ? അത് അളക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഒരാളുടെ വ്യക്തിയുടെ ഒരു പേഴ്സണാലിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് ഇങ്ങനെ സ്കെയിൽ ചെയ്തൊരു മെൻഷനില് ഒരു അളവ് പോലെ അളക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല അല്ലെ? ഒരാളുടെ പെരുമാറ്റത്തെ നമുക്ക് അളന്നെടുക്കാനായിട്ട് സാധിക്കില്ല.
അപ്പോ ഒരാളുടെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അയാളുടെ ഡെവലപ്മെന്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ്. അതൊരിക്കലും നമുക്ക് അളന്നു നോക്കുവാനോ ചിട്ടപ്പെടുത്തുവാനോ ഒന്നും സാധിക്കില്ല. ഡെവലപ്മെന്റ് ഈസ് cannot be measured. Then growth എന്താണ്? Perceivable and can be measured. ഗ്രോത്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, ഡെവലപ്മെന്റ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഗ്രോത്ത് ഈസ് സ്ട്രക്ചറൽ. ഗ്രോത്ത് ഈസ് സ്ട്രക്ചറൽ. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഘടനാപരമാണ്. ഗ്രോത്തിന് ഒരു സ്ട്രക്ചർ ഉണ്ട്. നമ്മളുടെ ബോഡി ലാംഗ്വേജ്, ബോഡി വെയിറ്റ് ഒക്കെ എന്താണ്? ഇതിനാളുടെ ബോഡി ഫീച്ചേഴ്സ് ഒക്കെ എന്താണ്? നമുക്ക് ആ സ്ട്രക്ചർ, ആ ഘടന നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ? ഗ്രോത്ത് ഈസ് സ്ട്രക്ചറൽ. ഡെവലപ്മെന്റ് ഈസ് ഫങ്ഷണൽ. എന്താണ് ഡെവലപ്മെന്റ് ഈസ് ഫങ്ഷണൽ എന്ന് പറഞ്ഞാല്? അത് പ്രവർത്തനക്ഷമമാണ്. ഒരാളുടെ പ്രവർത്തനത്തിലൂടെയാണ് നമ്മൾക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ആളില് ഡെവലപ്മെന്റ് ഉണ്ടാവുമെന്ന് പറയാൻ സാധിക്കുള്ളൂ. ഗ്രോത്ത് ഈസ് സ്ട്രക്ചറൽ. ഗ്രോത്ത് എന്താണ്? ഗ്രോത്ത് ഘടനാപരമാണ്. വളർച്ച എന്നത് ഘടനാപരമാണ്. നമുക്ക് കാണുവാൻ സാധിക്കും, മെഷർ ചെയ്യാൻ സാധിക്കും. ഡെവലപ്മെന്റ് എന്താണ്? ഫങ്ഷണൽ ആണ്, പ്രവർത്തനാക്ഷമമാണ്. പ്രവൃത്തിയിലൂടെ മാത്രമേ നമുക്ക് ഡെവലപ്മെന്റ് കാണാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എന്ത് പറയുന്നത്? ഡെവലപ്മെന്റ് ഈസ് ഫങ്ഷണൽ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി നോക്കിയേ, എന്താണ് ഗ്രോത്ത് എന്ന് പറയുന്നത്? പറയാൻ പറ്റുമെന്ന് നോക്കി നിങ്ങള്. ഫസ്റ്റ് പോയിന്റ് തുടങ്ങി. അത് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് മിസ്. കേൾക്കുന്നുണ്ടോ? യെസ് മിസ്. എങ്കിൽ പറയൂ, ഫസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഡിഫറൻസ് എന്താ പറയുന്നത്? refers to changes in Behavior and എന്താണ്? ബോഡി ഓർ ബിഹേവിയർ. കേൾക്കുന്നില്ലേ? യെസ് മിസ്. പറയൂ. PDF കാണാൻ പറ്റുന്നില്ലേ? ഹലോ, എന്താണ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിലെയും ശരീരത്തിലെയും മാറ്റമാണ്. പെരുമാറ്റത്തിലെയും ശരീരത്തിലെയും മാറ്റമാണ് എന്താ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഡെവലപ്മെന്റ് എന്താണ്? ഓവറോൾ ചേഞ്ചസ് ആണ് ഫംഗ്ഷൻ. ഓവറോൾ ചേഞ്ചസ്, വ്യക്തിയുടെ മികച്ച പ്രവർത്തനങ്ങൾ, എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്താണ്? ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അളക്കാൻ പറ്റും, ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആണ്. ഗ്രോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആണ്, അളക്കാൻ സാധിക്കുന്നതാണ്. ഡെവലപ്മെന്റോ ക്വാളിറ്റേറ്റീവ് ആണ് അല്ലെ? ഇത് ഒരാളുടെ ഗുണപരമായിട്ടുള്ള വശങ്ങളെയാണ് നമ്മൾ അളക്കുന്നത്, സൂചിപ്പിക്കുന്നത്. മാറ്റങ്ങളെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. തേർഡ് പോയിന്റ്, കണ്ടിന്യൂറ്റി പ്രോസസ് അല്ലാത്ത ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ മെച്ചൂരിറ്റിയെ. ഗ്രോത്ത് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ലൈഫിലുള്ള കാര്യമല്ല അല്ലെ? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അത് എവിടെ വെച്ചാണ് സ്റ്റോപ്പ് ആവുന്നത്? മെച്ചൂരിറ്റി ആവുമ്പോൾ. മെച്ചൂരിറ്റി ഗെയിൻ ചെയ്യുന്ന സമയത്ത്, അറ്റൈൻ ചെയ്യുന്ന സമയത്ത് ഗ്രോത്ത് അവിടെ സ്റ്റോപ്പ് ആവുന്നു. ഡെവലപ്മെന്റ് എങ്ങനെയാണ്? വികസനം എന്ന് പറയുന്നത് എന്താണ്? Does not end when the maturity is അൺസീസിങ് പ്രോസസ് ആണ്. അത് നിലയ്ക്കാത്തൊരു പ്രക്രിയയാണ് അല്ലെ? കണ്ടിന്യൂസ് പ്രക്രിയയാണ് കേട്ടോ. കണ്ടിന്യൂസ് പ്രക്രിയയാണ് എന്താ? ഡെവലപ്മെന്റ് does not end the maturity is attained. എന്താണ്? വികസനം ജനനം മുതൽ മരണം വരെ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. മെച്ചൂരിറ്റി എത്തി എന്ന് കരുതി, പക്വത ആർജിച്ചെന്ന് കരുതി അത് അവിടെ സ്റ്റോപ്പ് ആവുന്നില്ല. ഓക്കെ, ഓക്കെയാണോ അത്? ഫോർത്ത് പോയിന്റ് പറഞ്ഞേ. പറഞ്ഞോളൂ. ഇറ്റ്സ് നാരോ ഇൻ നേച്ചർ. എന്താണ്?
ഒരു വ്യക്തിയുടെ പൂർണ്ണമായ വികസനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്, അല്ലെ ഒരു ഫീച്ചർ മാത്രമാണ് എന്ത് നമ്മള് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഒരു ഭാഗത്തിനെയാണ് നമ്മള് എന്ത് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പറയൂ, എന്താണ് ഡെവലപ്മെന്റ്? എന്താണ്? Wider and comprehensive. Is wide and comprehensive term. സമ്പൂർണമായിട്ടുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ ആസ്പെക്ട്സും അതിൽ പെടും, അല്ലെ? ഇമോഷണൽ, മെന്റൽ, ഫിസിക്കൽ എല്ലാ ആസ്പെക്ട്സും ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്താണ് അതിനെ വൈഡർ എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് വൈഡർ കോൺസെപ്റ്റ് ആണ്. നാരോ എന്ന് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത് നാരോ ആണ്. അത് ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്തിന് അല്ലെങ്കിൽ ചെറിയൊരു ഫീച്ചറിനെ മാത്രമേ നമ്മള് പറയുകയുള്ളൂ. പൂർണ്ണമായി വികസിത ഒരു ഭാഗം മാത്രമാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, May or may not. May or may not bring development. എന്താണ്? ഗ്രോത്ത് വന്നാലും ഡെവലപ്മെന്റ് ആവണമെന്ന് നിർബന്ധമില്ല. ശാരീരികമായ വളർച്ച എത്തിയ വ്യക്തിക്ക് വികാസം ഉണ്ടാവണമെന്നില്ല, അല്ലെ? ശാരീരികമായിട്ട് വളർന്നിട്ടുണ്ടാവും, ശരീരം ഉണ്ടായിരുന്നു, ഡെവലപ്മെന്റ് ശരീരം ഉണ്ടായിട്ടുണ്ടാവും ആൾക്ക്, പക്ഷെ ആളിന് ഡെവലപ്മെന്റ് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, ഡെവലപ്മെന്റ് എങ്ങനെയാണ്? വളർച്ചയില്ലെങ്കിലും ഡെവലപ്മെന്റ് നടക്കും, ഉണ്ടാകും, അല്ലെ? വികസനം ഇല്ലെങ്കിലും എന്താണ്, അല്ലെ? ഗ്രോത്ത് ഇല്ലെങ്കിലും വികസനം പോസിബിൾ ആയിട്ട് നടക്കും. ഓക്കെ, ഗ്രോത്ത് മെഷർ ചെയ്യാൻ ഗ്രോത്ത് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. Can be measured. Growth we can see. ഡെവലപ്മെന്റോ? are not perceivable. Cannot be measured. cannot be measured. നമുക്ക് അത് അളക്കാനായിട്ട് സാധിക്കില്ല. ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തെ നമുക്ക് അളന്നെടുക്കാനൊന്നും സാധിക്കുന്നതല്ല. അപ്പൊ അതെന്താണ്? മെഷർ cannot be measured ആണ്, അല്ലെ? അളക്കാനായിട്ട് സാധിക്കില്ല. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? Structural. അത് ഘടനാപരമാണ്. ഗ്രോത്ത് എന്ന് പറഞ്ഞാല് ഘടനാപരമാണ്. വളർച്ച ഘടനാപരമായി നമുക്ക് കാണാൻ സാധിക്കും. ഡെവലപ്മെന്റ് എന്താണ്? ഫങ്ഷണൽ ആണ്. എന്താണ്? പ്രവർത്തനക്ഷമമാണ്. പ്രവൃത്തിയിലൂടെ മാത്രമേ നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. Okay, these are the difference between development and growth. Difference clear ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? നിങ്ങൾ ആരും ഒരു ഉഷാറല്ലല്ലോ. എന്താണ്, ആരും ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? മിണ്ടുന്നില്ല, ചോദിക്കുന്നതിനൊന്നും മിണ്ടുന്നില്ല. കുറെ കഴിഞ്ഞിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. അത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മനസ്സിലായവരെ മിണ്ടാതിരിക്കുന്നത്. മനസ്സിലായവര് മനസ്സിലായെന്ന് പറയൂ, അല്ലാത്തവരല്ല എന്ന് പറയൂ. അല്ലെ നിങ്ങൾ ഭയങ്കര ആക്റ്റീവാണ്. എന്താണ് മൈൻസാ ഇത് പറഞ്ഞേ? ഓക്കെ പറഞ്ഞേണോ? നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടല്ലേ ഇരിക്കണേ? Yes, ma'am. വേറെ കുഴപ്പമൊന്നുമില്ലായിരിക്കും. ഓക്കെ, എന്നാലും ആർക്കൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് ഇതിപ്പോ ക്ലാസ്സിൽ കയറിയേക്കുന്നത്. എന്നാലും എനിക്ക് തോന്നുന്നു ഇവിടെ ഇരുന്നത് എന്റെ പീരീഡ് തന്നെ അല്ലേ? Yes. Yes, miss. ഓൾറെഡി മാറാൻ ആരെങ്കിലും എന്തൊരു പാട്ട് പാടി?
പേഴ്സണലി ഞാൻ പാട്ട് പാടാറില്ല മിസ്സേ. ഓടിപ്പോവും എല്ലാവരും. പാടാം. വേറെ ആരെങ്കിലും ഉണ്ടോ പാട്ട് പാടാൻ? അയ്യോ പാട്ട് പാടാൻ അറിയില്ലെന്നോ? NT7 ആൾക്കാര് നവംബർ 1 ഏറ്റവും കൂടുതൽ പ്രോഗ്രാം അവതരിപ്പിച്ച നിങ്ങളല്ലേ പാട്ട് പാടിയതൊക്കെ? ഞാൻ രണ്ടുപേരും പാടാം. ഒരാൾക്കൊക്കെ പാടും. വീഡിയോ ഓണാക്കണം. ഓണാക്കിക്കോ. പിന്നെന്താ? നിങ്ങളോട് ആരും ഓഫ് ചെയ്തിടാൻ പറഞ്ഞ നിങ്ങൾക്ക് ഓൺ ചെയ്തിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തൂടെ? പഠിക്കോളൂ. ഹായ്. പഠിക്കാം. ഒരു അനുപല്ലവിയാണ് എന്റെ ഉള്ളിന്ന് പാടാണ്. അനുരാഗമൂലം കിനാവിൽ കിളി പാടുന്നതപരാധമാണോ, ഇരുളിൽ വിതുമ്പുന്ന പൂവേ നീ പൊഴിയുന്നതപരാധമാണോ, ഈ മണ്ണിലെങ്ങുമേ കാരുണ്യമില്ലയോ, ഈ മണ്ണിലെങ്ങുമേ കാരുണ്യമില്ലയോ. ഈ വരിയൊക്കെ അറിയുള്ളൂ. ഈ വരിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ടില്. പാട്ടിന്റെ ഫസ്റ്റ് ലൈൻ ഏതായിരുന്നു? മംഗളങ്ങൾ നേർന്നു ആ പാട്ടാണ്. മംഗളങ്ങളാരുള്ളും അല്ലേ? ആ വരിക്ക് നല്ലപോലെ അറിയില്ല, പക്ഷെ എനിക്ക് ഈ 4 വരി ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ഒരു ഫീലാണത്. എല്ലാരും ഒന്ന് ഉഷാറായിക്കോട്ടെ എന്നാ. അതെ അതെ, രാധയുടെ പാട്ടായിട്ടൊന്നും ഉഷാറാവട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയല്ലേ? എനിക്ക് ക്ലാസ്സിൽ നല്ല ആക്റ്റീവ് ആണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. അപ്പൊ ഒരു അനക്കൂലാതെ ഇരിക്കുന്നത് എന്താണെന്നറിയില്ല. ഞാനിപ്പോ കയറിയിട്ടുള്ളൂ, കുറച്ച് തിരക്കിലായിരുന്നു. ഞാൻ ഇപ്പൊ ക്ലാസ് കയറിയിട്ടുള്ളൂ. അതെ. നമ്മള് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞു. ആരെങ്കിലും മനസ്സിലാത്തവരുണ്ടോ? ഇല്ല മിസ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓക്കെയാണ്. എന്താണ് റുമൈസ് പറയുന്നത്? ക്ലിയർ അല്ല. ഗ്രോത്തും ഡെവലപ്മെന്റും ഓക്കെയാണ്. ഓക്കെയാണ്. അപ്പൊ ഇനി നമുക്ക് പ്രിൻസിപ്പിൾസ് നോക്കാം. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാന്ന് നോക്കാം. പ്രധാനപ്പെട്ട തത്വങ്ങൾ എന്തൊക്കെയാണ് അതില്? ഓക്കെ. Development help us to provide age-appropriate tasks to children. Development help us to provide age-appropriate tasks to children. എന്താണ് പറയുന്നത്? കുട്ടികൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ടാസ്കുകൾ കൊടുക്കാനാണ് പറയുന്നത് അല്ലെ? കുട്ടികൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ടാസ്കുകൾ മാത്രം, അതായത് ആക്ടിവിറ്റീസ് അല്ലെ? അവരുടെ പ്രായത്തിന് അനുയോജ്യമായിട്ടുള്ള ആക്ടിവിറ്റി അല്ലെങ്കിൽ ജോലികൾ നൽകാൻ മാത്രമാണ് വികസനം പറയുന്നത്, അല്ല വികസനത്തിലൂടെ പറയുന്നത്. എങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? കുട്ടിയിലെ വികസനം ഉണ്ടാകുള്ളൂ അല്ലെ? അല്ലാതെ 4 വയസ്സിൽ കൊടുക്കേണ്ട ഒരു ആക്ടിവിറ്റി കുഞ്ഞിന് 1 വയസ്സിൽ കൊടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ 2 വയസ്സിൽ കൊടുത്തു കഴിഞ്ഞാലോ കുഞ്ഞിന് അത് ചെയ്യാൻ പറ്റുമോ? ഇല്ല, സാധിക്കില്ല അല്ലെ? അവർക്ക് പ്രായത്തിന് അനുയോജ്യമായിട്ടുള്ള ടാസ്ക് കൊടുത്താൽ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് കൊടുത്താൽ മാത്രമേ കുട്ടികൾ എന്തുണ്ടാവുള്ളൂ? ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആണ് വളർന്നു വരുന്നത് അല്ലെ? അവർക്ക് ഏതൊക്കെ സ്റ്റേജിൽ എങ്ങനെയൊക്കെയാണോ കൊടുക്കേണ്ടത്, ഏതൊക്കെ അവസരങ്ങളാണ് ആ സമയത്ത് കൊടുക്കേണ്ടത്, അത്തരത്തിലുള്ള ഒരു അവസരം കൊടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ ടാസ്ക് കൊടുത്താൽ മാത്രമേ കുട്ടിയിൽ എന്തുണ്ടാവുള്ളൂ? വികസനം ഉണ്ടാവുകയുള്ളൂ അല്ലെ? നമ്മളെ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാന്ന് കേട്ടിട്ടില്ലേ? ഇതെന്താ അങ്ങനെ പറയുന്നത്? കേട്ടിട്ടുണ്ടോ? തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന എന്തിനാ? സാധിക്കാത്ത തുമ്പിയെ കൊണ്ട് എന്തായാലും കല്ലെടുക്കാൻ പറ്റില്ല അല്ലെ? ഈ ചെറിയ കുട്ടികൾക്ക് അവരുടെ പ്രായത്തിന് അനുയോജ്യമല്ലാത്ത ആക്ടിവിറ്റി കൊടുത്താലും കുഞ്ഞിന് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല അല്ലെ? ഇതിൽ വികസനം ഉണ്ടാവില്ല. കുഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് എന്താണ് അവിടെ സ്റ്റോപ്പ് ആയി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പൊ ആ കുട്ടിയിൽ യാതൊരു വിധ വികസനവും ഡെവലപ്മെന്റ്സിലോ ഒന്നും ഉണ്ടാകാനുള്ള ചാൻസസ് ഇല്ല. എന്താണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? എന്താ? ഡെവലപ്മെന്റ് ഹെൽപ്പ് us to provide age appropriate tasks to children. കുട്ടികൾക്ക് അവരുടെ
പ്രായത്തിന് അനുയോജ്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെ ജോലികൾ മാത്രമേ നൽകാനായിട്ട് പാടുള്ളൂ. എങ്കിൽ മാത്രമേ കുട്ടിയിൽ എന്തുണ്ടാകുള്ളൂ, വികസനം ഉണ്ടാവുകയുള്ളൂ. ഓക്കെ. Development help us to provide age appropriate task to children. Okay, first principle clear ആണോ? Yes, Miss. Okay. Yes, Okay. ma'am. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികളായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക. അപ്പൊ നമുക്കത് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അവരുടെ വളർച്ച എങ്ങനെയാണ്, അവർക്ക് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാല് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. Then development help us to what to expect of a child and when to expect it. എന്താണത്? Development help us to know what to expect of a child, what to expect of a child and when to expect it. എന്താണ്? ഒരു കുട്ടിയിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്നും എപ്പോൾ പ്രതീക്ഷിക്കണമെന്നും അറിയാനായിട്ട് വികസനം നമ്മളെ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോ പറഞ്ഞതല്ലേ, നേരത്തെ പോയിന്റ് ആയിട്ട് കണക്റ്റഡ് ആണ്. കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി കൊടുത്താൽ മാത്രമേ എന്താണ് കുഞ്ഞിന് ഇപ്പൊ എന്താണ് അമ്മ ഒരു പൂച്ചയെ കാണിച്ചിട്ട് അത് പൂച്ചയാണെന്ന് പറയാനായിട്ട് കുഞ്ഞിനോട് ഒരുപാട് ശ്രമിക്കും. അമ്മ ഒരുപാട് പ്രാവശ്യം പൂച്ചയാണെന്ന് പറഞ്ഞു കൊടുക്കും. പക്ഷെ അപ്പൊ അമ്മ അത് എക്സ്പെക്ട് ചെയ്യണം കുഞ്ഞിപ്പോ പറയൂ എന്നുള്ളത് അല്ലെ. അമ്മ അത് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ കുഞ്ഞിന് അതിന്റെ അനുയോജ്യമായിട്ടുള്ള പ്രായത്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുഞ്ഞിന് അതിന്റെ റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. കുഞ്ഞത് നോക്കി നിൽക്കുന്ന പ്രായമാണെങ്കിൽ അപ്പൊ എത്ര ശ്രമിച്ചിട്ടും കാര്യമില്ല. ചില അമ്മമാരുണ്ട് അങ്ങനെ പറയിപ്പിക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കും. പക്ഷെ കുഞ്ഞ് അങ്ങനെ ഉണ്ടില്ല. കുഞ്ഞ് ഉണ്ടാക്കുക എന്താണ്, കുഞ്ഞ് ആ ഒരു സ്റ്റേജിലേക്ക് എത്തി വരുന്നുള്ളൂ. നമ്മ എത്ര കിടന്ന് പരിശ്രമിച്ചാലും കുഞ്ഞ് ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ അവന്റെ വളർച്ച, അവന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവുന്ന സമയത്ത് മാത്രം അവനത് പറയാനും ശ്രദ്ധിക്കാനും ഒക്കെ കഴിവ് വരുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് എന്താണ് ഒരു കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കണമെങ്കിൽ അവന്റെ അനുയോജ്യമായ പ്രായത്തിൽ മാത്രം അവന് എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് മാത്രം നമ്മൾ എക്സ്പെക്ട് ചെയ്യാം ഒരു കുട്ടിയിൽ നിന്ന് എന്താണ് നമുക്ക് കിട്ടേണ്ടതെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അല്ലാതെ അവർക്ക് അനുയോജ്യമായില്ലാത്ത ഒരു പ്രായത്തില് യാതൊരു ആക്ടിവിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ അവരിൽ നിന്ന് നമുക്കൊന്നും തന്നെ കാണില്ല. ഓക്കെ, എന്താണ് ഞാനിത് പറഞ്ഞത്? ഒന്നും പറഞ്ഞു. For development help us to know what to expect of a child and when to expect it. കുട്ടിയിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് അല്ലെ, അതെപ്പോ പ്രതീക്ഷിക്കണമെന്നും അറിയാനായിട്ട് വികസനം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. കുട്ടിയിലെ ഡെവലപ്മെന്റ് ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കുട്ടിക്ക് ആക്ടിവിറ്റീസ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അവൻ വളർന്നു, അപ്പൊ അവന് ഈ ഒരു ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാല് അവനിൽ നിന്ന് ഇപ്പൊ ആദ്യം കുഞ്ഞിനെ ഒരു പെൻസിൽ എടുത്ത് കൊടുത്തു വരയ്ക്കാനായിട്ട്. കുഞ്ഞിനെ വരയ്ക്കാൻ അറിയില്ല. പിന്നീട് അങ്ങോട്ടുള്ള സ്റ്റേജസിൽ എന്താണ്, അവൻ ആദ്യം ഒരു ചെറിയ വര വരക്കും. പിന്നെ കുത്തി വരയൊക്കെ വരച്ച് അതൊരു ഇൻകംപ്ലീറ്റ് ആക്കി വയ്ക്കും. പിന്നീടുള്ള സ്റ്റേജിൽ എന്താണ് പിന്നീട് ക്രയോൺസ് പെൻസിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ എന്താണ് കുഞ്ഞ് ചിലപ്പോ എന്തെങ്കിലും ഒരു പൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും അവന് വരക്കാൻ പറ്റുന്ന രീതിയിൽ അവൻ വരയ്ക്കും. പിന്നീട് അങ്ങോട്ട് പോകുന്ന സമയത്താണ് കുഞ്ഞിൽ എന്തുണ്ടാവുന്നത്, ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആണ് കുഞ്ഞ് പിന്നെ നന്നായി വരയ്ക്കാനായിട്ട് ആരംഭിക്കുന്നത് അല്ലെ. ആദ്യം ഒരു വര വരച്ചു, പിന്നെ തോന്നിയ പോലെ കുത്തി വരച്ചു, പിന്നെ അതിനൊരു രൂപമായി വന്നു അല്ലെ. പിന്നീട് ഒരു രൂപം ഉണ്ടായി, പിന്നീട് എന്താണ് അവനത് കറക്റ്റ് ആയിട്ട് പോയിന്റ് ചെയ്ത് വരയ്ക്കാനൊക്കെ തുടങ്ങി. പിന്നെ പെൻസിൽ മസിൽസ് ഒക്കെ വർക്ക് ചെയ്യുമ്പോഴാണ് കുഞ്ഞിനെ ആ പേനയൊക്കെ കറക്റ്റ് ആയിട്ട് പിടിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഓരോ ഘട്ടവും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ കുഞ്ഞ് ഓരോ ഘട്ടത്തിലും എന്താണ് വളർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അവന്റെ ഡെവലപ്മെന്റ്സ് ഉണ്ടാവുകയാണ്. അവൻ ആദ്യം പെൻസിൽ പിടിക്കാനായിട്ട് അറിയില്ലായിരുന്നു അല്ലെ. പെൻസിൽ ഇങ്ങനെയായിരിക്കാം പിടിച്ചിരുന്നത്. അവന്റെ കയ്യിലെ മസിൽസ് അതിന് കോർഡിനേഷൻ ആയിട്ടില്ല. പിന്നീടുള്ള സ്റ്റേജിൽ എന്താണ് കുഞ്ഞ് പേന പിടിക്കാൻ തുടങ്ങുന്നു, പെൻസിൽ പിടിക്കാൻ തുടങ്ങുന്നു, കുത്തി വരയ്ക്കാൻ തുടങ്ങുന്നു, ചുമരിലും ചുറ്റിലൊക്കെ വരച്ചാണ് പിന്നെ എന്തെത്തുന്നത് നല്ലൊരു പിക്ചർ വരയ്ക്കാനായിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ കുഞ്ഞിന് വികസനം ഉണ്ടാവും. ഓക്കെ, അങ്ങനെയല്ലേ നമ്മുടെ കുട്ടികളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ വളരുന്നത്? അതെ അതെ. ഓക്കെ, മിസ്റ്റർ ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഉദാഹരണമാണോ? പറഞ്ഞോളൂ. ഒരു ഡൗട്ട്, സൈക്കോളജിന്റെ മിസ് എഴുതണ കാര്യം പറഞ്ഞപ്പോ ഒരു ഡൗട്ട്, പേഴ്സണലി ഒരു ഡൗട്ടാണ്, ചോദിച്ചോട്ടെ? ചോദിച്ചോ, അറിയാമെങ്കിൽ പറഞ്ഞുതരാം. പേഴ്സണലി ഈ കുട്ടികൾ എഴുതുന്ന കാര്യത്തിൽ പുറകോട്ട് പോകുന്നതും
ഒരുപാട് സമയം പഠിക്കാൻ എൻഗേജ് ചെയ്യുന്നതും അതെന്തെങ്കിലും ബിഹേവിയറൽ പ്രോബ്ലംസ് ആണോ? ഒന്നുകൂടി ഒന്ന് ആവർത്തിച്ച്. പഠിക്കാനുള്ള കാര്യങ്ങളോട് കൂടുതൽ അറ്റാച്ച്മെന്റും എഴുതുക, വരയ്ക്കുക അല്ലെങ്കിൽ കളറിങ് അങ്ങനെയുള്ളതിനോട് പുറകോട്ടും പോകുന്ന ഒരു രീതി. അതെന്താണെന്നാണോ ചോദിക്കുന്നത്? ഇപ്പോഴത്തെ കാലഘട്ടത്തിലാണെങ്കില് നമ്മളുടെ ഒരു ഇൻഫോർമേഷൻ സിസ്റ്റം വന്ന സമയത്ത്, മൊബൈൽ ഫോൺ വന്ന സമയത്ത്, അല്ലെങ്കിൽ TV വന്ന സമയത്ത് എന്താണ്, കുട്ടികളിൽ നിന്ന് ആ ഒരു ആക്ടിവിറ്റി തന്നെ പോയി മറന്നിട്ടുണ്ട്. കുട്ടികളെ ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നുണ്ടോ ഇനിയിപ്പോ രാവിലെ വൈകുന്നേരം സ്കൂൾ വിട്ടുവന്ന് വേഗം ഇപ്പൊ കളർ ചെയ്യും, ഇപ്പൊ ഇന്ന് പെയിന്റ് അടിക്കുമെന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ. ഇല്ല, നമ്മുടെ സിറ്റുവേഷൻസ് ഒക്കെ മാറി. അവരിപ്പോ എന്താണ്, സോഷ്യൽ മീഡിയയുടെ കയ്യിലാണ് കുട്ടികൾ. ഒരിക്കലും എന്താണ്, അവർക്ക് ആ ആക്ടിവിറ്റീസിനോട് താല്പര്യമില്ല. അത്തരം ആക്ടിവിറ്റീസ് അവർക്ക് കണ്ണാലെ കാണാനായിട്ട്, അല്ലെ, വീഡിയോസിലോ അല്ലെങ്കിൽ റീൽസിലോ ആയിട്ട് കാണാൻ യൂട്യൂബിലൊക്കെ അതൊക്കെ അപ്ലോഡഡ് ആണ്. അവർക്ക് അത് ജസ്റ്റ് വാച്ച് ചെയ്യാൻ മാത്രമുള്ള ഒരു കപ്പാസിറ്റിയേ ഉള്ളൂ ഇപ്പൊ കുട്ടികൾക്ക്. അല്ലാതെ അവർക്കത് ചെയ്യാനുള്ള, ചില കുട്ടികൾ ചെയ്യുന്നുണ്ടാവും, എല്ലാവരും ഇല്ല പറഞ്ഞത്, ചില കുട്ടികൾ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവർക്കത് വീഡിയോയിൽ കാണാനോ അത് മാത്രമേ സമയമുള്ളതല്ല, കുട്ടികൾ കാണാൻ ഇപ്പൊ താല്പര്യം. അങ്ങനെയാണ് ഇപ്പൊ മിക്ക വീടുകളിലും നമ്മൾ കണ്ടുവരുന്നത്. അങ്ങനെ തന്നെയല്ലേ നമ്മുടെ കുട്ടികൾ ഇപ്പൊ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് പടം വരയ്ക്കുകയാണെങ്കിൽ ഇപ്പൊ പുസ്തകം വായിച്ചു, ഒരു കഥാപുസ്തകം വായിക്കാൻ പറഞ്ഞ കുട്ടികൾ ഇന്ന് വായിക്കുമോ? ഇല്ല, ഞാനത് യൂട്യൂബിൽ കേട്ടിട്ടുണ്ടെന്ന് പറയും ആ കഥ, അല്ലെങ്കിൽ TV ഉണ്ടാവുമല്ലോ അപ്പൊ കാണാത്തത്. ആരും വായിക്കാനും ഇരിക്കില്ല. അതായത് നമ്മുടെ ഈ ഒരു സൊസൈറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനനുസരിച്ച് കുട്ടികളും മാറും. നിങ്ങൾ എല്ലാവരും ഫോൺ നോക്കുന്നവരല്ലേ? അല്ലേ? അറിയോ, നമ്മൾ കുട്ടികളൊക്കെ ഡിഫറെന്റ് ആണ്. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോ ഒരു കടയിൽ പോയി പുസ്തകം വാങ്ങിച്ചു, പാചക പുസ്തകം വാങ്ങിച്ചിട്ട് പാചകത്തിൽ അതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടൊക്കെയാണോ നിങ്ങൾ കുക്ക് ചെയ്യാൻ പോണത്? അല്ല, യൂട്യൂബിൽ അപ്പൊ തന്നെ അടിച്ചു കൊടുക്കും, അപ്പൊ തന്നെ വീഡിയോ വരെയാണ്, അത് നോക്കി അങ്ങ് ഉണ്ടാക്കുവാണ്. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ കാലം മാറി. ഇനിയിപ്പോ പിള്ളേര് പിടിച്ചിരുത്തി വരയ്ക്കാനൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല, അവിടെ ഇരിക്കില്ല. പിന്നെ ശ്രമിക്കേണ്ടി വരും. എത്ര നാളെ വരെ പിടിച്ചു വെക്കാൻ പറ്റും നമ്മൾക്ക്? പറഞ്ഞോ, കേൾക്കുന്നുണ്ടോ? പിന്നെ ഉണ്ടല്ലോ, നമ്മള് കുട്ടികളും ഡിഫറെന്റ് ആയിരിക്കും. ചില കാര്യങ്ങളോട് ചിലർക്ക് ഇഷ്ടം കൂടുതൽ ഉണ്ടായിരിക്കും. എന്റെ മക്കളായാലും എല്ലാ കുട്ടികളല്ല ഞാൻ പറഞ്ഞത്, എല്ലാ കുട്ടികളല്ല. രണ്ടു തരത്തിലുണ്ടാവില്ല. അവര് പറഞ്ഞില്ലേ മോന് കുട്ടികളൊക്കെ അങ്ങനെയാണെന്ന് പറഞ്ഞില്ലേ, അത് പറയാം ഞാന്. എന്റെ രണ്ട് മക്കളുണ്ടെങ്കിൽ രണ്ടാളും ഡിഫറെന്റ് ആയിരിക്കും. ഓരോരുത്തർക്കും ഓരോന്നാവും ടേസ്റ്റ്, ഓരോ ഇഷ്ടങ്ങളായിരിക്കും. താല്പര്യങ്ങളാണ് അല്ലേ? അവരുടെ വിചാരം ഡിഫറെന്റ് ആണ്. നമുക്ക് ആരെയും പിടിച്ചു വെക്കാൻ സാധിക്കില്ല. ഓക്കെ, റുമൈസ പിന്നെന്താണ് സംശയം? ഇല്ല, അത് ഞാനിപ്പോ ഒരു ഡെവലപ്മെന്റിന്റെ കാര്യം പറഞ്ഞപ്പോ ആ ഒരു ക്വസ്റ്റ്യൻ എനിക്കൊന്ന് എന്താ പറയാ പെട്ടെന്നൊന്ന് കണക്ട് ആയിപ്പോയി, അതുകൊണ്ട് പറഞ്ഞു. എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റിയത് കേട്ടോ. അങ്ങനെയാണ് ഇപ്പൊ പണ്ടത്തെ പോലെ കുട്ടികളൊന്നും ഇരിക്കില്ല അധികം. അവർക്ക് അങ്ങനെ ആക്ടിവിറ്റി ചെയ്യാനുള്ളൊരു, ചിലപ്പോൾ സ്കൂളിൽ ചെയ്യായിരിക്കും. സ്കൂളിൽ ആ ഒരു സമയം അവരെങ്ങനെ ഇരിക്കണമെന്ന് തന്നെ നമുക്ക് അറിയാൻ പാടില്ല. അത്ര സമയം എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്നതിന് തന്നെ വലിയൊരു ഇത് കൊടുക്കണം. പിന്നെ വീട്ടിൽ വരുന്ന സമയത്ത് അവര് ഓൾറെഡി മൊബൈലും TV-യും കാണാന്നുള്ളൊരു മൈൻഡിൽ മാത്രമാണ് കുട്ടികൾ വരുന്നത്. പാരന്റ്സിനോട് ഒരു സംസാരിക്കാനുള്ള സമയമില്ലാത്ത കുട്ടികളുണ്ട്. എല്ലാവരും പറയുന്നില്ല കേട്ടോ. നമുക്കൊരു 4-5 വയസ്സ് വരെ പിള്ളേർ ആ ഒരു 5ാം ക്ലാസ് വരെയൊക്കെ ഒരു കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ അവരുടെ കൺട്രോളിലാണ്. നമ്മൾ കുറച്ച് അവരിൽ ഡിപ്പെൻഡഡ് ആവും. നമ്മൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അറിയാൻ പറ്റും. അവര് പറയുന്നത് പല കാര്യങ്ങളും നമ്മൾ അറിയണം, അല്ലേ? ഒന്നും മിണ്ടുന്നേ, ഒന്ന് റെസ്പോണ്ട് ചെയ്യും നിങ്ങള്. യെസ് ടീച്ചർ. ബട്ട് റുമൈസ പറഞ്ഞത് പിന്നെ പഠിക്കാൻ ഇഷ്ടമാണ്, എഴുതാൻ ഇഷ്ടമല്ല എന്നുള്ളതാണ്. അപ്പൊ ഇത് എനിക്ക് തോന്നുന്നത് പ്രായത്തിൻ്റെതായിരിക്കും. എല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കാം. പിന്നെ കാലഘട്ടത്തിന്റേതായ മാറ്റമുണ്ട്. ആ കുട്ടി വളർന്നു വന്ന സാഹചര്യം, ഒരുപാട് കാര്യങ്ങളിൽ ഡിപ്പെൻഡഡ് ആയിരിക്കുള്ളൂ ചിലപ്പോ കേട്ടോ. ഈ റുമൈസയുടെ കുട്ടികളാണോ എന്ന് നമുക്കറിയില്ല. ആണോ? യെസ്, എന്റെ മോന്റെ കാര്യമാണ്. പേഴ്സണലി അവന് ഒരുപാട് സമയം ഇരുന്ന് പഠിക്കും, പക്ഷെ ഒരു 10 മിനിറ്റ് പോലും അവനിരുന്ന് എഴുതൂല.
പക്ഷെ എല്ലാ ലെറ്റേഴ്സ് ആണെങ്കിലും നമ്പേഴ്സ് അവൻ പഠിക്കുന്നതൊക്കെ അവനറിയാം. ഇത് ഇന്ന ലെറ്റർ ആണ്, അല്ലെങ്കിൽ ഇത് ഇന്ന എന്താണ്, ഇപ്പൊ നമ്പേഴ്സ് ആണെങ്കിൽ ഇത് ഇന്ന നമ്പർ ആണ്. കൗണ്ട് ചെയ്യാനാണെങ്കിലും ഇപ്പൊ ഒരു 4 വയസ്സുള്ള മോൻക്ക് ആ ഒരു 4 വയസ്സിനോളമുള്ള എല്ലാ ബിഹേവിയേഴ്സും ഉണ്ട്. ഒരു പക്ഷെ കാര്യം ആളുടെ അവന് വ്യത്യാസം ഉണ്ടായിരിക്കും. കേട്ടില്ല മിസ്. ആളുടെ നേച്ചർ അങ്ങനെയായിരിക്കും. ആള് ചിലപ്പോ അങ്ങനത്തെ പേഴ്സണാലിറ്റി ആയിരിക്കാം, അങ്ങനെയായിരിക്കാം ഇഷ്ടം. അപ്പൊ നമുക്കത് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. എന്റെ ചെറിയ മോനും അങ്ങനെയാണ്. അതാ ഞാൻ പറഞ്ഞത്. എന്റെ മൂത്ത മോളും അങ്ങനെ തന്നെ. ആൾ സെയിം ആണ്. എഴുതാൻ പറ്റില്ല, ഇഷ്ടമല്ല, എഴുതണ കാര്യം ഇഷ്ടമല്ല. പഠിക്കും, പഠിച്ചോളും, എഴുതാൻ മതിയോ? പഠിച്ചാ മതിയല്ലോ എങ്ങനെയായാലും. പക്ഷെ മാം ഇതിലൊരു വലിയ പ്രശ്നം എന്താണെന്നറിയോ? എന്റെ മോൻ ഇതുപോലായിരുന്നു. പക്ഷെ ഇപ്പോ ഒരു പേപ്പറിലും മാർക്ക് വരുന്നില്ല. എല്ലാ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് കാണാതെ ബൈഹാർത്താണ്. ഏത് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചാലും ആൻസർ ഉണ്ട്, പക്ഷെ പേപ്പറിൽ എഴുതാൻ കഴിയുന്നില്ല. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അവന് ആൻസർ എഴുതാൻ കഴിയുന്നില്ല. അത് വലിയൊരു വിഷയമാണ്. ഇതെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എല്ലാം അറിയുന്നാണ്, എല്ലാം പറയും ചെയ്യും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത് കഴിയായിരിക്കുന്നു, പക്ഷെ പേപ്പർ കിട്ടുമ്പോ മാർക്കില്ല. അത് ഭയങ്കര ഇടങ്ങേറാണ്, അത് ഭയങ്കര വിഷയമാണ്. എഴുതാൻ അറിയാത്തതാണ്. എഴുതാൻ കഴിയുന്നില്ല. പക്ഷെ അല്ല ഓരോ വേർഡ്സ് ഒക്കെ നമ്മൾ എഴുതിക്കുമ്പോ എല്ലാം എഴുതാൻ കഴിയുന്നുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അവൻ ആൻസർ പേപ്പറിൽ ഫുൾ ആയിട്ട് എഴുതാൻ കഴിയുന്നില്ല. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അവനിപ്പോ 6th സ്റ്റാൻഡേർഡിലാണ്. അങ്ങനെയുള്ള കുട്ടി എഴുതുന്നതാണല്ലോ. ഇല്ല, പക്ഷെ അതാണ് പേപ്പറിൽ എഴുതുന്നുണ്ട്, പകുതിയൊക്കെ എഴുതും, ഫുള്ള് കംപ്ലീറ്റ് അല്ല. ആൻസർ നമ്മൾ ചോദിക്കുന്ന ആൻസർ കംപ്ലീറ്റ് പറഞ്ഞു തരും. പഠിക്കുന്നതായിരിക്കാം ചിലപ്പോ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് ആ എഴുതുന്ന സ്പോട്ടിൽ ചിലപ്പോ മറന്നു പോകുന്നതായിരിക്കാം. അറിയായിരിക്കും, പക്ഷെ കുഞ്ഞിനെ എഴുതാൻ പറ്റാത്തതായിരിക്കും. അപ്പൊ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. അതെ, തറോ പഠിക്കാത്തത് കൊണ്ടും ആകാം. തറോ ആയിട്ട് പഠിക്കണം, കൂടാതെ എഴുതി പഠിക്കണം. അതെ, എഴുതി പഠിക്കാത്തതാണ് വിഷയം തോന്നുന്നു. എഴുതി പഠിക്കാത്തതാണ്. തറോ ആയിട്ട് പറഞ്ഞാല് ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ബൈഹാർട്ടാ. കംപ്ലീറ്റ് മനസ്സിലാക്കി പഠിക്കുകയാണ് വേണ്ടത്. മനസ്സിലാക്കി പഠിക്കണം, എഴുതി നോക്കണം, ഓരോ ക്വസ്റ്റ്യനും ഇട്ടിട്ട് അങ്ങോട്ട് കൊടുക്കണം. ഇപ്പൊ ഞാൻ അങ്ങനെയാ ചെയ്യുന്നത്. ഇപ്പൊ എഴുതിപ്പിക്കുക ചെയ്യുന്നത് ഞാൻ. പിന്നെ റിപ്പീറ്റ് ഒരാഴ്ച എഴുതുന്ന അതേ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അവര് മറന്നു പോകുന്നുണ്ട്. അതാ ഇപ്പം കളികളിലെ കൂടുതല്. അതെ അതെ, റിപ്പീറ്റേഷൻ ആണ് പിള്ളേർ പഠിക്കാൻ ഏറ്റവും നല്ല ഐഡിയ. റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിലും നമ്മൾ ഓർക്കുള്ളൂ. അതിപ്പോ കുട്ടികളായാലും ശരി, നമ്മൾ വലിയ ആൾക്കാരായാലും ശരി അല്ലെ, റിവൈസ് ചെയ്താൽ നമുക്ക് അത് മെമ്മറിയിൽ അത് ഉണ്ടാവും, പോവില്ല. റിവൈസ് ചെയ്യാതെ നമ്മൾ 10 times റീഡ് ചെയ്യുന്ന പകരം 1 time നമ്മൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രാസ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ആൻഡ് ഈ കുട്ടി ആരാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, ബട്ട് ചില കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ദേ ഗെറ്റ് കൺഫ്യൂസ്ഡ്. ചില സമയത്ത് ആ ഒരു ബ്ലാങ്ക് ടെക്സ്റ്റ് ബുക്ക് അതേപോലെ വിചാരിച്ചാണ് എക്സാമിന് പോകുന്നത്. പക്ഷെ പുറത്തുനിന്നായിരിക്കും എല്ലാ ക്വസ്റ്റ്യൻസ്. അവരുടെ എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ വിചാരം പഠിച്ചത് മാത്രമേ വരൂ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഒരു എക്സാം എഴുതാൻ പോകുന്നത്. അപ്പൊ പുറത്തുനിന്ന് ബാക്കി എന്ത് ചോദിച്ചാലും കുട്ടികൾക്ക് അത് കൺഫ്യൂഷൻ ആയിരിക്കുള്ളൂ, അത് എഴുതാൻ പറ്റില്ല. എന്റെ ഉള്ളിൽ നിന്നുള്ള അങ്ങനെ ഇപ്പൊ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരുന്നത്. പഠിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ ഡിഫറെന്റ് ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. എല്ലാം നമ്മള് വീട്ടിൽ ട്രെയിനിങ് കൊടുക്കണം. അല്ലെ ട്യൂഷൻ ടീച്ചറിനോട് പറയണം അങ്ങനെ ചെയ്യാൻ. ശരിയാണ്, ചില കുട്ടികൾക്ക് വായിക്കാൻ അറിയാം, പക്ഷെ അത് കൺവേ ചെയ്ത് എഴുതാനായിട്ട് പറ്റുന്നില്ല. പ്രോബ്ലം തന്നെയാണ്. ചിലപ്പോ അവര് ശ്രമിക്കാത്തത് കൊണ്ടായിരിക്കാം. ശ്രമിക്കാത്തത് കൊണ്ട് തന്നെയാണ് അല്ലെ, അവർക്ക് മടിയാണത്. അത്രയും നേരം ഒന്നും ഇരിക്കില്ല കുട്ടികൾ. ഇപ്പോ അത്ര സമയം ഇരിക്കാനൊന്നും ഭയങ്കര മടിയുള്ള കൂട്ടുകാരാണ് ഇപ്പോ. ചിലർ ഓറല് ചോദിച്ചാൽ വാ പോലും തുറക്കില്ല, എന്നാ അവര് പരീക്ഷയ്ക്ക് ഫുൾ മാർക്കും കിട്ടും. ചിലര് ഓറല് ഭയങ്കര സ്മാർട്ടാ, ക്ലാസ്സിൽ ഭയങ്കര ഇതായിരിക്കും, പക്ഷെ എഴുതുമ്പോ ഒന്നും കാണത്തില്ല, അങ്ങും ഇങ്ങും. ശരിയാണ്. കുട്ടികളെ പറ്റി എല്ലാം അറിയാവുന്നവരാണ് 87കാര് അല്ലെ. അങ്ങനെ വേണം. ട്യൂഷൻ എടുക്കുന്നുണ്ട്, പറയാ കുറേയൊക്കെ.
പേരൻസ് ഇങ്ങനെ പറയും. അപ്പൊ പേരൻസ് ഓരോ കുട്ടികളും ഡിഫറെന്റ് ആയിരിക്കും. അവരിങ്ങനെ പറയും ഓരോ മക്കളെ പറ്റിയിട്ട് ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. അപ്പൊ കൊറേയൊക്കെ നമ്മളെന്താ വെച്ചാ അവരെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ നീങ്ങാനേ പറ്റുള്ളൂ. കാരണം അവരെ നമ്മളെ വഴിക്ക് കൊണ്ടുവരാൻ നല്ല രീതിയിൽ എന്നാലേ പറ്റുള്ളൂ. പണ്ടത്തെ മാതിരി അടിയും പിടിയും ഇമ്പോസിഷനും കുട്ടികളെന്ന് വെച്ചാല് അവര് ആ ഒരു സമയം പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് എഴുതുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവര് ഒന്നിനും ഫസ്റ്റ് അടിക്കാനാണ്, ക്ലാസ്സിൽ ആദ്യം എഴുതി കഴിഞ്ഞു എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചില കുട്ടികൾ എഴുതി അങ്ങനത്തെ ഇതിലേക്ക് സ്പീഡിൽ എഴുതി പോകുന്നത്. പക്ഷെ എന്താണെന്നൊന്നും ഗ്രാസ്പ് ഒന്നും ചെയ്യുന്നില്ല, എഴുതുന്നതാണ്. പിന്നെ റീഡിംഗ് ഭയങ്കര ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന കുട്ടികളൊന്നും ഇന്നത്തെ കാലത്ത് ഉണ്ടാവും. പക്ഷെ ഉണ്ടാവും, കുറച്ചു പേരെങ്കിലും ഉണ്ടാവില്ല, അല്ലാതെ വേറെ പുറംപോടിയിൽ മാത്രമേ ഉള്ളൂ. റീഡിംഗ് ഇല്ലല്ലോ, അല്ലെങ്കിൽ പാരന്റ്സിനെ പിന്തിച്ചിട്ട് പഠിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാറ്റഗറീസ് ഒക്കെയാണ് ഇപ്പൊ വരുന്നത്. ഫോണില് നോക്കിയിട്ടാണ് അധികം അവര് എഴുതുന്നതൊക്കെ. ഫോണില് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടല്ലേ അവര് എഴുതുന്നത്. അപ്പൊ അവർക്ക് അവിടെ അവർ ചിന്തിക്കാനുള്ള ഒരു അവസരം ഇല്ലാതെയാണ്. പിന്നെ എന്താ റീഡ് ചെയ്യുന്നില്ല, പുസ്തകങ്ങളൊന്നും റീഡ് ചെയ്യുന്നില്ലല്ലോ കുട്ടികള്. അതിന്റെ ഒരു ഒരുപാട് കാലങ്ങളായി കുട്ടികളൊന്നും ഇല്ല. അതാണ്. പണ്ടൊക്കെ നമ്മളൊക്കെ മെമ്പർഷിപ്പ് എടുത്തിട്ട് ലൈബ്രറിയിൽ നിന്നൊക്കെ പുസ്തകം എടുത്ത് വായിക്കും. ഇപ്പൊ അവര് സ്കൂളിൽ പുസ്തകം ഉണ്ടായാലും അവര് വായിക്കില്ല. അതാണ്. കാലഘട്ടം മാറിയതിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നമ്മുടെ അക്കാദമിക് കാര്യങ്ങൾ തന്നെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ലോകത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. കുട്ടികളെ എങ്ങനെ പഠനമൊക്കെ തന്നെ എങ്ങനെ അതൊക്കെ വേറൊക്കെ മെത്തേഡിൽ വരുന്നെന്ന് നമുക്കിനി ഇപ്പൊ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എല്ലാ കാര്യങ്ങളും കിട്ടുന്ന ഒരു ഇതായി. അപ്പൊ സ്കൂളും ഇതൊക്കെ വേണ്ടി വരുമെന്ന് തന്നെ എനിക്കൊരു കാലത്ത് ചിലപ്പോ പറയാൻ പറ്റില്ല അല്ലെ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എന്താവുമെന്ന് നമുക്കറിയില്ല. ഈ ഒരു 2024 കുട്ടികളിൽ ഒരുപാട് വ്യത്യാസമുള്ള കുട്ടികളായിട്ടുണ്ട് എല്ലാം കൊണ്ടും അല്ലെ. ഭയങ്കര അക്രമം കൂടിയ കുട്ടികളാണെങ്കിൽ ഒരുപാട് കാറ്റഗറീസിൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് അങ്ങോട്ടുള്ള കാറ്റഗറിക്ക് എങ്ങനെ വരും, വലിയ തലമുറ എങ്ങനെയാണെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്നേ നല്ലത്. പ്രതീക്ഷിക്കുന്നതോടും കിട്ടുന്നത് നല്ല കാര്യങ്ങളായിരിക്കില്ല. ഓക്കെ, സമയം പോയല്ലോ. ഈ ഒരു പോയിന്റ് കൂടി പറയട്ടെ. ഡെവലപ്മെന്റ് ഹെൽപ്പ് us to make children ready for the changes that occur in place of their body, interest, behavior and their environment. ഈ പ്രിൻസിപ്പിൾ എന്താണ് സൂചിപ്പിക്കുന്നത്? അവരുടെ ബോഡി ഡെവലപ്മെന്റ് എങ്ങനെയാണ് അവരുടെ ചേഞ്ചസ് മനസ്സിലാവുന്നത്? ഏതൊക്കെ കാര്യങ്ങൾ അവർക്ക് ചേഞ്ചസ്? ഇൻട്രസ്റ്റ്, ബിഹേവിയർ ആൻഡ് എൻവയോൺമെന്റ് അല്ലെ. ശാരീരികമായിട്ട് ഇൻട്രസ്റ്റ് എന്താണ്? താല്പര്യങ്ങൾ അല്ലെ. ഓരോ കുട്ടികളും ഓരോ പ്രായത്തിലും ഓരോരോ താല്പര്യങ്ങളായിരിക്കും, അതിങ്ങനെ മാറി മാറി വരുന്നതാണ് അല്ലെ. ബിഹേവിയർ ചേഞ്ചസ് ഉണ്ടാവും അല്ലെ. സ്വാഭാവികമായിട്ട് കുട്ടികളില് സ്വഭാവ സവിശേഷതകൾ വരുന്നു, പല പല ബിഹേവിയർ വരുന്നു, ദേഷ്യം, വാശി ഒക്കെ തുടങ്ങിയ പല ബിഹേവിയർ ആയിട്ടുള്ള എല്ലാ ആസ്പെക്ട്സ് അതിൽ ഉൾപ്പെടുന്നു. എൻവയോൺമെന്റൽ ചേഞ്ചസും കുട്ടിയുടെ വികസനത്തിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. ഓക്കെ, അപ്പോ കുട്ടിയില് പ്രധാനമായിട്ട് ഉണ്ടാകുന്ന ഒരു മാറ്റം തന്നെയാണ് പ്രധാനമായും ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഇൻട്രസ്റ്റ്, കുട്ടികളുടെ താല്പര്യത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ബിഹേവിയർ ആൻഡ് എൻവയോൺമെന്റ്. ഈ 4 കാര്യങ്ങൾ ആ കുട്ടിയില് ഡിപ്പെൻഡഡ് ആണ്. ഈ 4 കാര്യങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളിലാണ് നമുക്ക് എന്ത് മനസ്സിലാവുന്നത്? ആ കുട്ടിയില് വികസനം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവുന്നത്. അവൻ ബോഡി ലാംഗ്വേജ് മാറുന്നു, ഇൻട്രസ്റ്റുകൾ മാറുന്നു, ബിഹേവിയർ മാറുന്നു. ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവനില് എന്തുണ്ടാകുന്നുണ്ട്? ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. അവനെ ഓരോ ദിനം പ്രതി വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. Development help us in early identification and any retarded development. എന്താണ്? Development helps in early identification, any retarded development. എന്താണ് any retarded development എന്ന് പറഞ്ഞാല്? വളർച്ചയിലുള്ള മാന്ദ്യം. യെസ്, വളർച്ചാ മുരടിപ്പ് അല്ലേ. നമുക്ക് ഏത് സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും, ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും?
ഏർലി സ്റ്റേജസിൽ അല്ലെ, കുഞ്ഞിന്റെ ആദ്യ കാലങ്ങളിൽ നമുക്ക് കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള റിട്ടാർഡഡ് പ്രോബ്ലംസ് അല്ലെ, മെന്റലി റിട്ടാർഡഡ് ആണോ അല്ലെങ്കിൽ ഓട്ടിസം അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള സിംറ്റംസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് കുഞ്ഞിന്റെ ആദ്യ കാലങ്ങളിൽ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. കുഞ്ഞിന് ഓട്ടിസം ഒക്കെ ഉണ്ടെന്ന് നമുക്ക് എങ്ങനെയായിരിക്കും ആദ്യം മനസ്സിലാവുന്നത്? അവരുടെ ഡെവലപ്മെന്റിലുള്ള കുറവ്. ഡെവലപ്മെന്റിലുള്ള കുറവ് അത് എങ്ങനെയൊക്കെ മനസ്സിലാവുന്നതാണ് ഞാൻ ചോദിച്ചത്. എന്തൊക്കെ ഒരു 6 മാസം ആവുമ്പോ ഇരിക്കണം. അവർ 9 മാസമായിട്ടും ആ കുട്ടി ഇരുന്നില്ല എങ്കിൽ നോക്കണം. അങ്ങനെയൊക്കെ ഉണ്ട്. 1.5 വയസ്സിൽ നടക്കണം, 2 നടക്കുന്നില്ല എങ്കിൽ അങ്ങനെ എല്ലാം സ്ലോ ചേഞ്ചസ് ആയിരിക്കും. സ്ലോ ആയിട്ടുള്ള സിംറ്റംസ് ഇങ്ങനെ കാണിക്കും അല്ലേ. പിന്നെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം നോക്കി നിൽക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നമ്മള് പുറകെ കുഞ്ഞിനെ വിളിക്കുന്നുണ്ടാവും. കുഞ്ഞ് കേൾക്കുന്നില്ല എന്നല്ല, ചെവിക്ക് പ്രോബ്ലം ഉണ്ടായിട്ടല്ല, കുഞ്ഞിന് മെന്റലി ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ കുഞ്ഞ് വിളിക്കുന്നത് കേൾക്കില്ല. അങ്ങനെയൊക്കെയാണ് ഓട്ടിസത്തിന്റെ കുറച്ച് സിംറ്റംസ് ഒക്കെ നമ്മള് ആദ്യ ഏർലി സ്റ്റേജസിൽ മനസ്സിലാവുന്നത്. ചിലവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സിൽ നിന്ന് മനസ്സിലാവും അല്ലെ, കുട്ടികളുടെ ഫേസിലൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ കണ്ടിട്ടില്ല നിങ്ങള്? ഉണ്ട്. ഓട്ടിസം പലതരത്തില. ചിലപ്പോ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ മെന്റലി ഇതായ കുട്ടികൾ ഉണ്ടായിരിക്കും. ഓട്ടിസം ആയിരിക്കാം, മെന്റലി ആയിരിക്കുള്ളൂ. നമുക്കത് ആളെ കണ്ടാൽ പോലും മനസ്സിലാവില്ല ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുള്ള കുട്ടിയാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. ചിലർക്ക് കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും ആ കുട്ടിക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അത് നമ്മൾ ആദ്യത്തെ ഏർലി സ്റ്റേജസിലാണ്. വികസനം അവിടെ നടക്കുന്നില്ല എന്ന് മനസ്സിലാവുമ്പോൾ എന്താണ്, കുഞ്ഞിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും തരത്തിലുള്ള വളർച്ചാ മുരടിപ്പുകൾ ഉണ്ടെങ്കിൽ നമുക്കത് നേരത്തെ തന്നെ അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുട്ടികളൊക്കെ അങ്ങനെയാണ് ഏർലി സ്റ്റേജസിൽ മനസ്സിലാക്കിയെടുക്കുന്നത്. ഓക്കെ, ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ചേഞ്ചസ്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് കണ്ടിന്യൂസ് ആൻഡ് ഇൻവോൾവ്സ് ചേഞ്ചസ്. വികസനം തുടർച്ചയാണ്, അതിലെന്താണ് മാറ്റങ്ങൾ ഉണ്ടാകാം എന്നാണ് പറയുന്നത് അല്ലെ. വികസനം ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അതിലിങ്ങനെ ഒരാളിലും എന്താണ് ഓരോ സമയവും വികസനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഡെവലപ്മെന്റ്സ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലെ. ചേഞ്ചസ് ഉണ്ടായിരിക്കും, മാറ്റങ്ങള് ഓരോ സ്വഭാവത്തിൽ ഓരോരുത്തരുടെ പെരുമാറ്റത്തിലെ ക്വാളിറ്റീസിലൊക്കെ എന്താണ് ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ചേഞ്ചസ്. ഓക്കെ, വികസനം തുടർച്ചയാണ്, അതില് മാറ്റങ്ങൾ ഉണ്ടാകാം. ഡെവലപ്മെന്റ് ഈസ് സക്സസീവ്. എന്താണ് ഡെവലപ്മെന്റ് ഈസ് സക്സസീവ് എന്ന് പറയാൻ കാരണം? തുടർച്ചയായിട്ട് നടക്കും, ഒന്നിനു പുറകെ ഒന്നായിട്ട് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. റിസൾട്ടുകൾ കാണാൻ സാധിക്കും നമുക്ക് അല്ലെ. ഒരാളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന സവിശേഷതകൾ അല്ലെ, അത് സക്സസ് ആണെന്നുള്ളത്. മോശമായ ബിഹേവിയർ കാണിച്ചിരുന്ന ഒരു വ്യക്തി ദിനംപ്രതി ആ ഒരു അതേ അവസ്ഥയിലായിരുന്നു തുടർന്നു കൊണ്ടിരുന്നത്. പക്ഷെ ഒരു സമയം എത്തിയപ്പോ അയാൾക്ക് എന്ത് മനസ്സിലായി, ഈ സ്വഭാവ സവിശേഷത, ഈ സ്വഭാവം നാം മാറ്റിയില്ലെങ്കിൽ തനിക്ക് തന്നെയാണ് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കുകയും പിന്നീട് അങ്ങോട്ടുള്ള ആളെന്ത് ചെയ്യുന്നു, ആളുടെ സ്വഭാവം മാറ്റാനായിട്ടായിരിക്കും പിന്നെ നല്ലൊരു വ്യക്തിയായിട്ട് അങ്ങോട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ അത് ആള് സക്സസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആളിൽ വികസനം ഉണ്ടാവുന്നു, പെരുമാറ്റത്തിന് മാറ്റങ്ങൾ വരുന്നു അല്ലെ. ആളുടെ ചിന്താഗതികൾ മാറുന്നു, പ്രവർത്തികൾ മാറുന്നു. ആള് പിന്നെ എന്താണ് സക്സസ്ഫുൾ ആയിട്ടൊരു പേഴ്സൺ ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കുന്നത് അല്ലെ. ദിനംപ്രതി ഡെവലപ്മെന്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എന്താണ് ഡെവലപ്മെന്റ് സക്സസീവ് എന്നാണ് പറയുന്നത്. അത് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് വിജയകരമായ ഒരു പ്രക്രിയയാണ്. അതിന്റെ റിസൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. Early development is more vital than later development. പിന്നെന്താണ്, early development is more vital than later development എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യമുള്ള ഡെവലപ്മെന്റുകളാണ്, യങ് ഏജിലുള്ള ഡെവലപ്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ദാൻ ലേറ്റർ ഡെവലപ്മെന്റ്. പിന്നീടുള്ള വികസനത്തെക്കാൾ പ്രധാനം അല്ലെ. ആദ്യം കുട്ടിയിൽ വികസനം അല്ലെ, ഡെവലപ്മെന്റ് ഉണ്ടായി, അല്ലെങ്കിലാണ് എന്ത് സംഭവിക്കാന്ന് പറയുന്നത്, റിട്ടാർഡഡ് ഡെവലപ്മെന്റ്സ് എന്ന് പറഞ്ഞില്ലേ നമ്മള്. ഏതെങ്കിലും തരത്തിലുള്ള വളർച്ചാ മുരടിപ്പുണ്ടെങ്കിൽ ആദ്യകാലങ്ങളിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ്, ആദ്യകാല വികസനമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പിന്നീട് അങ്ങോട്ട് എന്താണ്, പിന്നീടുള്ള വികസനത്തിനേക്കാൾ പ്രധാനം എന്താണ്, ആദ്യകാലം കുട്ടിയിൽ ഉണ്ടാവുന്ന വികസനം തന്നെയാണ്. അതായത് എല്ലാ ഓർഗൻസും ഒക്കെ ഫോം ചെയ്യുക, ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക, ഫിസിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ കംപ്ലീറ്റഡ് ആയിട്ട് കുഞ്ഞ് നോർമൽ ആയിട്ടൊരു ആക്ടിവിറ്റിയിലേക്ക് എത്തണമെങ്കിൽ എന്താണ്, കുഞ്ഞിൽ ആദ്യ കാലങ്ങളിൽ ഇതൊക്കെ ഫോം ചെയ്യുള്ളൂ. ആദ്യത്തെ ഒരു സ്റ്റേജിൽ ഇത്തരം വികസനങ്ങൾ എല്ലാവരും ഉണ്ടാവണം.
യെസ്, ഏർലി സ്റ്റേജ് ആണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് നടക്കുന്നത്. പിന്നീട് അങ്ങോട്ട് എന്തായാലും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കോളും. ആ ഡെവലപ്മെന്റ് പിന്നീട് നടക്കും. പക്ഷെ ആദ്യകാലത്ത് നടക്കുന്ന വികസനത്തിലാണ് കുട്ടിയിലെ എല്ലാ തരത്തിലുള്ള വളർച്ചയുണ്ടാകുന്നത്. ഓക്കെ, ഓക്കെ, എനിക്കിപ്പോ 2:30 വരെ ക്ലാസ് ഉണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് എടുക്കാം കേട്ടോ. ബാക്കി താങ്ക് യു. താങ്ക് യു. താങ്ക് യു മിസ്. ഓക്കെ.